നമസ്കാരം സുഹൃത്തുക്കളെ. ഞാൻ ഇന്ന് നിങ്ങളെ ഒരു പ്രോഡക്റ്റ് ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഇന്ദുപ്പ്. പക്ഷേ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ഈ വിഷം തീണ്ടുമ്പോഴോ വിഷത്തിൻ്റെ എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ വരുമ്പോഴോ ഈ ഇന്ദുപ്പ് ഉപയോഗിക്കുന്നതെന്നാണ്. പക്ഷെ അല്ല. നമ്മൾ മലയാളികൾ ഏതൊരു കാര്യം ഉണ്ടെങ്കിലും കുറച്ച് ലേറ്റായിട്ടോ അത് അംഗീകരിക്കത്തുള്ളൂ. അപ്പോൾ ഇത് ഞാൻ ഈ വീഡിയോ ഇടുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പരസ്യമായിട്ടല്ല ഇടുന്നത്. നമ്മുടെ പ്രോഡക്റ്റിൻ്റെ പരസ്യം എന്നുള്ള നിലയിലല്ല ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഇതിനെപ്പറ്റി ഒന്ന് പറയാൻ ആൾക്കാർക്ക്, നമ്മുടെ മലയാളികൾക്ക് അറിയാൻ മേത്ത ചില കാര്യങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ ഈ ഇന്ദുപ്പ് നമ്മുടെ നാട്ടിൽ കൊച്ചു കുട്ടികൾക്ക് പോലും തൈറോയ്ഡാണ്. പിന്നെ ബി പിയുടെ കാര്യം പറയണ്ട, ഒരു 10 പേരെ എടുത്ത 9 പേർക്കും ബി പി ഉള്ളവരാണ്. ഈ തൈറോയ്ഡും ബി പിയും ഈ ഇന്ദുപ്പ് സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ഒരു 6 മാസം സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ഗുളികയുടെ ആവശ്യം വരത്തില്ല. നമുക്ക് ഗുളിക ഒഴിവാക്കിക്കൊണ്ട് ഈ ഉപ്പ് നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും ഈ അസുഖം വരണമെന്നൊന്നുമില്ല. ഇനി വരുന്ന ഒരു തലമുറയ്ക്ക് ഈ അസുഖങ്ങൾ, തൈറോയ്ഡും ബി പിയും ഹാർട്ട് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളും ഇത് പൊണ്ണത്തടി അങ്ങനെയുള്ള ഒരു കാര്യവും വരാതിരിക്കാൻ ഇനി വരുന്ന തലമുറയെങ്കിലും രക്ഷപ്പെടുത്താൻ വേണ്ടി നമ്മുടെ എല്ലാവരും വീട്ടിൽ ഈ ഇന്ദുപ്പ് ഉപയോഗിച്ച് തുടങ്ങി കഴിഞ്ഞാൽ ഇത് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അറിയാൻ പറ്റും. വടക്കേ ഇന്ത്യക്കാരൊക്കെ എന്നേ ഇത് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. ബി പിയും തൈറോയ്ഡും അവർക്കൊക്കെ കുറവാണ്. ഇവിടെ ഇപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആൾക്കാർ ശരിക്കും വരുന്നത് കൊച്ചു കുട്ടികൾക്ക് 8, 9, 10 വയസ്സ് പോലും പ്രായമില്ലാത്ത കുട്ടികൾക്കെല്ലാം തൈറോയ്ഡാണ്. പിന്നെ ബി പി എല്ലാവരുടെയും അറിയാമല്ലോ, ബി പിയുടെ കാര്യം. അപ്പോൾ ഈ ഉപ്പ് ഇത് ഞാനൊരു നമ്മുടെ പ്രോഡക്റ്റിൻ്റെ പരസ്യമായിട്ട് പറയുമല്ല, ഇത് ശരിക്കും സത്യമായിട്ടുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. നമ്മുടെ ഈ ഇന്ദുപ്പ് ഇത് നമ്മുടെ നിന്ന് വേണം, നിങ്ങൾ ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓൺലൈനിൽ കിട്ടാവുന്ന കാര്യമുള്ളൂ. അതിൻ്റെ വിലയും ഇത് ആൾക്കാർ വിചാരിച്ചിരിക്കുന്നത് അങ്ങാടിക്കടയിൽ മാത്രമേ കിട്ടത്തുള്ളൂ. ഇത് അങ്ങാടിക്കട കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്ല് പോലെ ഇരിക്കുന്നത്, ഇത് പൊടിയാണ്. ഇതുണ്ടോ, നമ്മൾ വീട്ടിൽ കറി വെക്കുമ്പോഴോ ചോറ് വെക്കുമ്പോഴോ നമ്മൾ സാധാരണ മറ്റേ ഉപ്പ് എങ്ങനെ ഉപയോഗിക്കുന്നു അതേപോലെ തന്നെ ഈ ഉപ്പ് ഉപയോഗിക്കുക. ഈ ഉപ്പിലോട്ട് മാറുക എല്ലാവരും. മാറിക്കഴിഞ്ഞാൽ ഇനി വരുന്ന ഒരു തലമുറയെങ്കിലും തൈറോയ്ഡും ബി പി ഒന്നും ഇല്ലാതെ നല്ല ആരോഗ്യമായിട്ടിരിക്കും. ഇതൊന്ന് പറയാൻ വേണ്ടിയാണ് ഇത് ചെയ്തത്. ഇതിന് പിന്നെ ഇച്ചിരി വിലയ്ക്കൊരു വ്യത്യാസമുണ്ട്. ഇതിപ്പോൾ 1/2 കിലോ പാക്കറ്റിന് 70 രൂപ വരുന്ന ഇതാണ്. വിലയല്ല നോക്കണ്ട, നമ്മുടെ വരുന്ന തലമുറയുടെ ആരോഗ്യവും നമുക്കായാലും ശരി അസുഖങ്ങളില്ലാതെ മരുന്നിന് വേണ്ടി വേണ്ടി പൈസ ആണെങ്കിലും നമുക്ക് ചിലവാക്കാം. പക്ഷേ ആവശ്യങ്ങൾക്ക് വേണ്ടി അസുഖമൊന്നും ഇല്ലാതിരിക്കാനും ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി നടക്കാതിരിക്കാനും വേണ്ടിയാണ് നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ടത്. നമ്മൾ ഈ വരുന്ന തലമുറയുടെ ആരോഗ്യം അത് നോക്കുക. അതൊന്ന് പറയാൻ വേണ്ടിയാണ് ഇത് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് നമ്മുടെ അടുക്കെ. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ചിലരുടെ അടുക്കൊക്കെ ഇന്ദുപ്പ് പറയുന്നതെന്ന് പറഞ്ഞാൽ ഇത് അങ്ങാടിയുടെ കിട്ടുന്നില്ല, ഇത് വിഷത്തിനൊക്കെ ഉള്ളതല്ലയോ, ആ ഒരു രീതിയിലാണ് ഇതിനെ കാണുന്നത്. അതല്ല ശരിക്കെന്നൊന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. ഈ ഉപ്പ് നമ്മൾ വീട്ടിൽ മറ്റേ ഉപ്പ് എങ്ങനെ ഉപയോഗിക്കുന്നു, ഇതെന്ന് പറഞ്ഞാൽ ഒരു വിധത്തിലുള്ള കെമിക്കലില്ല, ഒരു വിധത്തിലുള്ള മായവും ഇല്ല. അതുകൊണ്ടാണ് ഈ ഉപ്പ് കഴിക്കണമെന്ന് പറയുന്നത്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ മറ്റ് അസുഖങ്ങൾ വരത്തില്ല എന്ന് പറയുന്നതിൻ്റെ മെയിൻ കാരണം അതാണ്. ഈ ഇന്ദുപ്പിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ അറിയാവുന്ന ആൾക്കാർ ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്താൽ മതി, അന്നേരം അതിനകത്ത് അറിയാൻ പറ്റും. ഇതിൻ്റെ വിലയൊക്കെ കേട്ടാൽ ഞെട്ടിപ്പോവും. ആ രീതിയിലുള്ള വിലയാണ് ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്യുമ്പോൾ ഉള്ളത്. അപ്പം ഇതൊന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ബി പി തൈറോയിഡിനും ബൈ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്ദുപ്പിലേക്ക് മാറാം. മലയാളികൾ മൊത്തത്തിൽ ഒന്നടങ്കം ഈ ഉപ്പ് ഉപയോഗിച്ച് തുടങ്ങണം എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. കാരണം ഇത് ഇവിടുത്തെ നിന്നല്ല, എവിടെ നിന്നായാലും നിങ്ങൾ ഇന്ദുപ്പ് മേടിച്ച് ഉപയോഗിച്ച് തുടങ്ങുക. അത് നമുക്കും നമ്മുടെ കുട്ടികൾക്കും ഇനി വരുന്ന തലമുറയ്ക്കും ആരോഗ്യത്തിന് ഏറ്റവും നല്ലതായിരിക്കും. അതൊന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം എല്ലാവർക്കും നന്ദി, നമസ്കാരം.